എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിലെ മനോഹരമായ ഒരു കവിതയുണ്ടല്ലോ, തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ തരിശു നിലങ്ങളിലേക്ക് എന്ന് പറയുന്ന കവിത. കർഷകരുടെ അധ്വാനത്തെക്കുറിച്ച്, കർഷകരുടെ അധ്വാന പാടവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന മനോഹരമായ തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതയാണ് ഏത്? തരിശു നിലങ്ങളിലേക്ക്. അല്ല മക്കളെ, തരിശു നിലം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തരിശു നിലം, തരിശ് എന്ന് വെച്ചാൽ ഉപയോഗശൂന്യമായതല്ലേ, ഒഴിഞ്ഞത്, ഒട്ടും ഉപയോഗപ്രദമല്ലാത്തതായ ഒഴിഞ്ഞ പറമ്പ്, ഒഴിഞ്ഞ ഭൂമി, അതാണ് തരിശു നിലം. ആ തരിശു നിലങ്ങളിലേക്ക് ആരാണ് പോകുന്നത്? നമുക്കറിയാം, ഒരു ക്ലാസ് മുറിയിലേക്കോ അധ്യാപകൻ പോയാൽ എന്താ അർത്ഥം? പഠിപ്പിക്കാനാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ എന്തിനാണ്? നിയമം പാലിക്കാൻ, അല്ലെങ്കിൽ നിയമം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ എന്തിനാണ്? ചികിത്സിക്കാൻ വേണ്ടിയാണ്. ഒരു കോടതിയിൽ നമ്മളെ വക്കീൽ എന്തിനാണ്? കേസ് വാദിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു കർഷകൻ തരിശു ദിനങ്ങളിലേക്ക് പോകുന്ന എന്തിനായിരിക്കാം? ഇത്ര മാത്രമേ ഉള്ളൂ അല്ലേ? എന്തേ? അധ്വാനിക്കാൻ, കൃഷിഭൂമി യോഗ്യമാക്കി തീർക്കാൻ. എപ്പോൾ തരിശു നിലം ഉപയോഗശൂന്യമായ ഭൂമിയിലേക്ക് അധ്വാനത്തിന്റെ പ്രതീകമായി കടന്നു പോകുന്ന കർഷകരെ കുറിച്ച് പറയുന്ന പാഠഭാഗമാണ് തിരുനെല്ലൂർ കരുണാകരന്റെ തരിശു നിലങ്ങളിലേക്ക്. നോക്കാം, ഇതിന് ആദ്യം എന്താണ് കൊടുത്തത്? വിയർപ്പ് തുള്ളിയിൽ ഭൂലോകം കയ്യിൽ പുരളുന്ന ഉപ്പു പരലുകൾ. ഇതിലൂടെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ: അധ്വാനത്തിന്റെ മഹത്വം, അധ്വാനത്തിൻ്റെ മഹത്വം. ഇപ്പം അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിൻ്റെ ആ ഒരു മഹത്വവൽക്കരിക്കുന്ന കവിതയാണ് തിരുനെല്ലൂർ കരുണാകരൻ്റെ തരിശു നിലങ്ങളിലേക്ക് എന്ന് പറയുന്ന നമ്മുടെ കവിത അല്ലേ? ഈ ഒരു പാഠഭാഗം നമുക്ക് പഠിക്കുന്നതിന് മുമ്പ് എനിക്കൊരു നാടൻ പാട്ടാണ് ഓർമ്മ വരുന്നത് അല്ലേ? നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത്, ഈ ലോകം സൃഷ്ടിച്ചത് അധ്വാനിക്കുന്ന കർഷകരെ കൊണ്ടും സ്നേഹിക്കുന്ന മനുഷ്യന്മാരെയും കൊണ്ടാണ്. ഇപ്പോൾ അധ്വാനിക്കുന്ന കർഷകരെയും നമ്മുടെ സ്നേഹവുമെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ടൊരു നാടൻ പാട്ടുണ്ട്. എന്താ അറിയോ? ആ ഒരു നാടൻ പാട്ട് പറയുന്നത് നമ്മുടെ സ്നേഹം ഒരു ചെടി പോലെയാണ്, ഒരു മനോഹരമായ ഒരു സസ്യം പോലെയാണ് നമ്മുടെ സ്നേഹം. ആ സ്നേഹത്തെ നമ്മൾ നട്ടുകൊടുത്താൽ അതൊരു മനോഹരമായ മരമായിട്ട് മാറും. ആ മരം നിറയെ സ്നേഹമായിരിക്കാം. ആ സ്നേഹത്തിൻ്റെ തണൽ കൊള്ളാൻ ആഗ്രഹിക്കാത്തവരാരും തന്നെയില്ല. അതൊരു നാടൻ പാട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഈ വീടല്ലോ നമ്മളൊന്നായി ഈ നിലാവിൻ വിത്തു നട്ടു, ഈ വീടല്ലോ നമ്മളൊന്നായി ഈ നിലാവിൻ വിത്തു നട്ടു, ഈ വീടല്ലോ നമ്മളൊന്നായി ഈ നിലാവിൻ ഭൂമി കണ്ടു, ഈ വീടല്ലോ നമ്മളൊന്നായി ഈ നിലാവിൻ ഭൂമി കണ്ടു, ഈ വീടല്ലോ നമ്മളൊന്നായി ഈ നിലാവിൻ വിത്തു നട്ടു, ഈ വീടല്ലോ നമ്മളൊന്നായി ഈ നിലാവിൻ ഭൂമി കണ്ടു. അപ്പൊ സ്നേഹത്വം കൊണ്ട്, അധ്വാനം കൊണ്ട് പകർത്തി വലുതാക്കിയതാണ് നമ്മുടെ ഭൂമി. അത്തരത്തിൽ കർഷകരുടെ അധ്വാനത്തെ കുറിച്ച് പറയുന്ന, കർഷകരുടെ അധ്വാനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന മനോഹരമായ കവിതയാണ് ഏത്? തരിശു ദിനങ്ങളിലേക്ക്. അപ്പൊ നമുക്ക് ഈ കവിതയിൽ കടന്നു പോയാലോ? പെട്ടെന്ന് പോകാം. ഈ കവിതയിൽ എന്താണ് പറയുന്നതെന്ന്. തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ. മക്കൾ എന്താ പറയുന്നത്? തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ എന്നാണ് പറയുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. തരിശു നിലം എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായ സ്ഥലം. ഇവിടെ കൃഷിയൊന്നും തന്നെ ഇല്ല. ആ സ്ഥലത്തിലേക്കാണ് ആര് വരുന്നത്? നമ്മുടെ കർഷകർ വരുന്നത്. ഏതുപോലെ? കരിമുകിൽ പോലെ. ഏതും പോലെ മക്കളെ? കരിമുകിൽ. മക്കളെ, എന്താണ് കരിമുകിൽ എന്ന് പറഞ്ഞാൽ? കരിമുകിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്കറിയാം, കാർമേഘം അല്ലേ? മഴമേഘം അല്ലെങ്കിൽ കാർമേഘം എന്നർത്ഥം. മഴമേഘത്തെയാണ് എന്ത് പറയുക? കരിമുകിൽ എന്ന്. ഈ കരിമുകിൽ പോലെ അത്രയും പവർഫുള്ളായി ആ ഉപയോഗശൂന്യമായ ആ ഭൂമിയെ, ആ തരിശു നിലത്തെ നനയ്ക്കാൻ വേണ്ടി ആര് വരികയാണ്? കരിമുകിൽ പോലെ ആ ഒരു കറുപ്പ് നിറത്തോടുകൂടി അധ്വാനത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് വരികയാണ് ആര്? നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ. തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ. വേലക്കാർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ അല്ലെങ്കിൽ കർഷകർ എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ കരിമുകിൽ പോലെ ഉപയോഗശൂന്യമായ പറമ്പിലേക്ക് ആര് വരികയാണ്? നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ വരികയാണ്. എരിയും വേനലിൽ അറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. എരിയും വേനലിൽ അറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. ആ വേനലിൽ എരിയുന്ന തീയിൽ അല്ലേ ആര് വരികയാണ്? നമ്മുടെ പ്രിയപ്പെട്ട വേലക്കാർ, കർഷകർ വരികയാണ്.
അവർക്ക് വെയിലെന്നോ ചൂടെന്നോ ഉണ്ടോടാ? ഇല്ല, നമുക്കാണ് ഈ വെയിൽ കൊണ്ടാൽ നമ്മളിപ്പം വാടി വീഴുക, അയ്യോ അമ്മ അയ്യോ അയ്യോ നമ്മളപ്പം വീഴുമല്ലേ. പക്ഷെ കർഷകർക്ക് അങ്ങനെയുണ്ടോ? ഇല്ല. കർഷകർക്ക് എന്ത് വെയിൽ, എന്ത് തീ, അവർ എന്താണ് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് ചൊല്ലി കേട്ടിട്ടില്ല. അതേപോലെയാണ് കർഷകർ. എരിയും വെയിലിൽ ആര് വരികയാണ്? നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ. എവിടേക്ക് വരികയാണ്? എവിടേക്ക് വരുന്നത് കർഷകർ? ആ ഉപയോഗശൂന്യമായ ആ തരിശു നിലങ്ങളിലേക്ക് ആര് വരികയാണ്? നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ വരികയാണ്. അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തെളിനീർ കുളിരുകളും. അല്ലേ, എന്താണ് പറയുന്നത് മുത്തേ? അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തെളിനീർ കുളിരുകളും. അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ, അവരുടെ കണ്ണിൽ എന്തുണ്ട്? മിന്നലുണ്ട്. മിന്നൽ മുരളിയല്ലേ, മിന്നലടിച്ചപ്പോൾ മിന്നൽ മുരളി എന്തായി? അതിശക്തിമാനായി മാറി. അതേപോലെ കർഷകരുടെ കണ്ണിനുള്ളിൽ എന്തുണ്ട്? മിന്നൽ പിണരുകളുണ്ട്. ഇപ്പം ഇവിടെ മിന്നൽ പിണരുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർഷകർക്ക് അധ്വാനിക്കാനുള്ള അവരുടെ ആർജവം, ആ ഒരു ത്വര, അവരുടെ അധ്വാന ഭാരം ലഘൂകരിക്കാനുള്ള അവരുടെ ശ്രമം. ഇപ്പൊ കർഷകരുടെ ആർജവത്തെയാണ്, അധ്വാനിക്കാനുള്ള അവരുടെ ത്വര, അതിനെയാണ് മിന്നൽ പിണരുകൾ എന്ന് പറയുന്നത്. ഒപ്പം എന്താണ്? തെളിനീർ കുളിരുകൾ എന്ന് പറയുന്നുണ്ട്. തെളിനീർ കുളിരി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞാൽ കർഷകരുടെ പ്രതീക്ഷയാണ്, അല്ലെ? തെളിനീർ. നിങ്ങൾ ദാഹിച്ചു നടന്നു പോകുമ്പോൾ ലേശം വെള്ളം കിട്ടണേ എന്ന് നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ? നിങ്ങളുടെ കയ്യിൽ കുപ്പിയിലെ വെള്ളമൊക്കെ തീർന്നു പോയി, നിങ്ങൾ ഈ എരിയുന്ന വെയിലത്ത് നടന്നു പോവുക. ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത്തിരി ഒരു അരുവിയോ ഒരു കുളമോ എന്തെങ്കിലും ഒരു ഉറവയെങ്കിലും ഉണ്ടായാൽ മതി നിങ്ങൾ പ്രതീക്ഷിക്കാറില്ലേ തെളിനീര് കാണുമ്പോൾ? അതേപോലെ ഇവിടെ തെളിനീരുകൾ കർഷകരുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതീക്ഷയാണ് സൂചിപ്പിക്കുന്നത്. എന്ത് പ്രതീക്ഷ? ആ ഉപയോഗശീലമായ ആ തരിശു നിലത്തെ ഒരു കർഷകൻ എന്താക്കി മാറ്റും? വലിയൊരു കൃഷിഭൂമിയാക്കി മാറ്റും. ആ ഉപയോഗശൂന്യമായ ആ കൃഷിഭൂമിയെ എന്താക്കി നല്ലൊരു കൃഷിയോജ്യമായ കാർഷികയോജ്യമായ ഒരു ഭൂമിയാക്കി മാറ്റാൻ കഴിയുമെന്ന കർഷകരുടെ ശുഭാപ്തി വിശ്വാസത്തെ, പ്രതീക്ഷയാണ് ഇവിടെ മിന്നൽ പിണരുകൾ തെളിനീർ കുളിരുകൾ എന്നതിലൂടെ കവി അർത്ഥമാക്കുന്നത്. അത് കൃത്യമായി പഠിച്ചു പോകണം പ്രിയപ്പെട്ട മക്കളെ. അടുത്തെന്താ? തളരാതുയരും കൈകളിലുണ്ടേ അഴകായി വിളയും വിത്തുകളും. കർഷകർ വെറുതെ ആണോ പോന്നെ? ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പോകുമ്പോൾ കയ്യിൽ പേന ഉണ്ടാകും, ചോക്കുണ്ടാകും. കാരണം എന്താണ്? അധ്വാനിക്കത് വേണമല്ലേ? ഒരു പോലീസുകാരൻ തൻ്റെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ലാത്തി എടുക്കും, ചിലപ്പോൾ തോക്കും എടുക്കും. അധ്വാനിക്ക് എന്ത് വേണം? അവൻ അതിൻ്റെ ആയുധങ്ങൾ വേണം, അല്ലേ? വക്കീലന്മാർ വാദിക്കാൻ പോകുമ്പോൾ കോട്ടെടുക്കും. അത് അവരുടെ തൊഴിലിൻ്റെ കാര്യമാണ്. അതേപോലെ കർഷകർക്ക് അധ്വാനിക്കാൻ പോകുമ്പോൾ എന്ത് കയ്യിലുണ്ടാകും? ആയുധങ്ങൾ ഉണ്ടാകും, വിത്തുകൾ ഉണ്ടാകും. അപ്പോൾ ഈ വരികൾ അർത്ഥമാക്കുന്നത് എന്താണ് മക്കളെ? കർഷകരുടെ കയ്യിലെ വിത്തുകൾ നോക്കുക. തളരാതെ ഉയരും, തളരാതെ ചെന്ന് നമുക്ക് 2 കിലോമീറ്റർ നടക്കുന്നു വേണ്ട, 2 മിനിറ്റ് നടന്ന് നമ്മളെന്തായി സൈഡായി വീഴും, അല്ലേ? പക്ഷേ കർഷകർ തളരാതെ നടന്നു നീങ്ങുകയാണ്. എവിടേക്ക്? നമ്മുടെ ഉപയോഗശൂന്യമായ നമ്മുടെ തരിശു നിലങ്ങളിലേക്ക്. ഏതുമായിട്ടാണ്? വെറും കൈയോടെയാണ് കർഷകർ പോകുന്നത്? ഒരിക്കലുമല്ല. കയ്യിലെന്തുണ്ട്? വിത്തുണ്ട്. ഇപ്പോൾ തളരാതുയരും കൈകളിലുണ്ട് അഴകായി വിളയും വിത്തുകളും. തളരാത്ത കർഷകരുടെ കയ്യിൽ എന്തുണ്ട്? അഴകായി ഉയരും വിത്തുകളുണ്ട്. ഇപ്പോൾ കൃഷിഭൂമിയിൽ വാരി വിതറാൻ, നാളെ ഈ കൃഷിഭൂമിയെ മനോഹരമായ നെൽപ്പാടങ്ങളാക്കി മാറ്റാൻ കർഷകരുടെ കയ്യിൽ എന്തുണ്ട്? വിത്തുകളുണ്ട്. ആ വിത്തുകളുമായിട്ടാണ് കർഷകർ എവിടേക്ക് പോകുന്നത്? ആ തരിശു നിലങ്ങളിലേക്ക് പോകുന്നത്. ഇടിവാളുകളായി കുളിരായി അഴകായി അടി പതറാത്തൊരധിഷ്ഠതയായി, അല്ലേ? എന്താണ്? വിത്തുകൾ മാത്രമാണോ? അല്ല, ആയുധങ്ങളുമായിട്ടാണ്. അടി പതറാതെ, അല്ലെ? ശക്തിയോടുകൂടി ആ ഒരു കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് വേണ്ടി ലക്ഷ്യബോധത്തോടുകൂടി ആയുധങ്ങളുമായിട്ട് പോകുന്നു. ഇടിവാളും മറ്റു വടിവാളും കൈക്കോട്ടും തൂങ്കോട്ടും എല്ലാം കർഷകരുടെ കയ്യിലുണ്ടാവും കേട്ടോ. വിത്തുകളുണ്ടാവും. അപ്പോൾ ആ ആയുധങ്ങളും വിത്തുകളുമായിട്ടാണ് കർഷകർ എവിടേക്ക് പോകുന്നത് മക്കളെ? ആ കൃഷിഭൂമിയിലേക്ക് കർഷകർ പോകുന്നത്. തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ. ആ ആയുധങ്ങളും വിത്തുകളും ഒക്കെയായി ആ തരിശു നിലങ്ങളിലേക്ക് വരികയാണ് ആര്? കരുതിയിറങ്ങിയ വേലക്കാർ. ആ ആയുധങ്ങളൊക്കെ ആയിട്ട് കർഷകർ എവിടേക്ക് വരികയാണ്? ആ കൃഷിഭൂമിയിലേക്ക് എന്ത് ചെയ്യാൻ വരികയാണ് മക്കളെ? കൃഷി ചെയ്യാൻ വരികയാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. വ്യതകളെ ഉള്ളിലൊരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരസ സൃഷ്ടി സ്ഥിതി ലയശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ, അല്ലേ? എന്താണ് പറയുന്നത്? വ്യതകൾ എന്ന് പറഞ്ഞാൽ ദുഃഖം, സങ്കടം. വ്യതകൾ ഉള്ളിലൊരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ എത്ര ദുഃഖമുണ്ടായാലും അതൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ടാണ്, ഉള്ളിലൊതുക്കി വെച്ചാണ് കർഷകർ എവിടേക്ക് വരുന്നത്? കൃഷിഭൂമിയിലേക്ക് കൃഷി ചെയ്യാൻ വരുന്നത്.
ആ കർഷകരുടെ പ്രവൃത്തി ഇവിടെ പറയുന്നു. വ്യതകൾ ഉള്ളിലൊരുക്കിക്കൊണ്ടാണ് എല്ലാ ദുഃഖങ്ങളും തൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട്, എന്നാൽ പുറമേ ആ ദുഃഖം പ്രകടിപ്പിക്കാതെ എല്ലാവർക്കും വേണ്ടി കൃഷി ചെയ്യാൻ, എല്ലാവരുടെയും കയ്യിൽ അന്നമെത്തിക്കാൻ വേണ്ടി ഹൃദയം പതറാതെ അടിപതറാതെ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി എത്തുകയാണ്. കയ്യിൽ വാളും വിത്തുകളുമായി കർഷകർ ഇവിടെ തരിശുനിലങ്ങളിലേക്ക്. അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു അല്ലേ. കർഷകരുടെ ഒരു കാൽപെരുമാറ്റം നടത്തം. നമ്മൾ രാജ്യത്ത് പട്ടാളക്കാരെ പോലെ പ്രാധാന്യം അറിയിക്കുന്ന ഒരാളും കൂടിയാണ് കർഷകർ അല്ലേ. രാജ്യത്തിൻ്റെ പോരാളികളാണ് പട്ടാളക്കാരെങ്കിൽ മണ്ണിൻ്റെ പോരാളികളാണ് ആരെ? കർഷകരെ. അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു അല്ലേ. കാടുണ്ടായാൽ അതിനെ തകർക്കും കർഷകര്. മുള്ളുകളെ അടിച്ചമർത്തും, പാറക്കല്ലുകളൊക്കെ കർഷകർ പൊട്ടിമെതിക്കും, എന്നിട്ട് അവിടെ കൃഷിഭൂമിയാക്കി മാറ്റും. എന്ത് തടസ്സമുണ്ടായാലും ആ തടസ്സങ്ങളെയൊക്കെ തന്നെ നീക്കി മാറ്റിക്കൊണ്ട് അവിടെ കൃഷിഭൂമിയാക്കി മാറ്റുന്ന കർഷകരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഗതകാലത്തിൻ ജീർണതകൾ അല്ലേ, ഭൂതകാലത്തിൻ്റെ ജീർണതകൾ, കർഷകരുടെ കഷ്ടപ്പാടുകളെയും ദുഃഖങ്ങളെയും ഇവിടെ പറയുന്നു. അത്രയും കാലത്തെ ദാരിദ്ര്യം നിറഞ്ഞാലും കഷ്ടപ്പാടുകൾ നിറഞ്ഞാലും ദുഃഖങ്ങൾ നിറഞ്ഞാലും പട്ടിണി നിറഞ്ഞാലും കർഷകർക്കുള്ളിൽ എന്തുണ്ട് മക്കളെ? അത്രയും സ്നേഹത്തിൻ്റെ മാറ്റുലികളുണ്ട്. ഒരു ദുഃഖങ്ങളും ഒരു സങ്കടങ്ങളും കർഷകരെ അലട്ടുന്നില്ല. എന്തു പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, എന്തു പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്തു സങ്കടങ്ങൾ ഉണ്ടായാലും, എന്ത് തെറ്റായ കാര്യങ്ങൾ ഉണ്ടായാലും, ഏത് തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് കൃഷിഭൂമി മനോഹരമായി അണിയിച്ചൊരുക്കാൻ ആർക്ക് സാധിക്കും? കർഷകർക്ക് സാധിക്കും. ആ കർഷകരുടെ അധ്വാനത്തിലേക്കുള്ള വരവിനെയാണ്, അവരുടെ അധ്വാനത്തിൻ്റെ മഹത്വത്തെയാണ് ഈ വരിയിലൂടെ അർത്ഥമാക്കുന്നത്. ഹൃദുഭംഗികൾ ആർന്നെങ്കിലും ഉഴവിൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ. ഹൃദുഭംഗി പോലെ മനോഹരമായ ആ താഴ്വരകളെ അല്ലെങ്കിൽ ആ കൃഷിഭൂമിയെ അടിപൊളിയാക്കി മാറ്റാൻ, ഒരു കൃഷിഭൂമിയാക്കി മാറ്റാൻ കർഷകന് സാധിക്കും. ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും അവരുടെ പദവിന്യാസാരവും കേട്ടറിയാതാർദ്രത കോലുന്നു. കർഷകരുടെ ആ ഒരു വരവ് വയലുകളെ മനോഹരമാക്കി മാറ്റാൻ, കൃഷിഭൂമിയാക്കി മാറ്റാൻ, തരിശു നിലങ്ങളെ കൃഷിഭൂമി അനുയോജ്യമാക്കി മാറ്റാൻ കർഷകർക്ക് കഴിയുമെന്ന ഉറച്ച ശുഭാപ്തി വിശ്വാസവും കർഷകരുടെ മഹത്വവും ഈ വരികളിൽ പ്രകടമാകുന്നു. അവരുടെ നീണ്ട ബലിഷ്ഠ കരങ്ങളിൽ അമരാൻ മൂരി നിവർക്കുന്നു അല്ലേ. അതായത് അവരുടെ നീണ്ട ബലിഷ്ഠ കരങ്ങളിൽ അമരാൻ മൂരി നിവർക്കുന്നു. അതായത് മൂരി എന്ന് വെച്ചാലാണ് മക്കളെ? ഈ മൂരി നിവർക്കുന്ന കാള. അതായത് അവരുടെ നീണ്ട ബലിഷ്ഠ കരങ്ങളിൽ അമരാൻ മൂരി നിവർക്കുന്നു. മുഴുവൻ ഭൂമി ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ അണിയായി അണിയായി വേലക്കാരവർ അടിവച്ചണയുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ, അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു. കർഷകർ വരുമ്പോൾ ആ കൃഷിഭൂമി മനോഹരമായി നിവരുന്നു. ആ തരിശുഭൂമി മനോഹരമാക്കി ഉഴുതുമറിക്കാൻ അവർക്ക് സാധിക്കുന്നു. പണ്ട് ഇപ്പല് നമ്മളെ ട്രാക്ടറൊക്കെ വന്നത്, പണ്ട് കലപ്പയാണ്. കാളിങ്ങനെ വിട്ടിങ്ങനെ കാറ ഓടുന്ന പറഞ്ഞാൽ കാളിങ്ങനെ ഓടും. ഇപ്പം പുറകിൽ കലപ്പ വെച്ച് കിട്ടിയിട്ടുണ്ടാവും. ആ കലപ്പയാണ് ബാക്കിയെല്ലാം ഇങ്ങനെ വലിച്ചെടുക്കുക. ഓക്കെ, ഇപ്പാണ് ട്രാക്ടർ വന്നത്. പണ്ട് കാള വെച്ചിട്ട് മൂരിക്കുട്ടന്മാരെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ആ ഭൂമി കൃഷിയോജ്യമാക്കി ഉഴുതുമറിക്കാൻ ശ്രമിക്കുക. ഇപ്പം കർഷകരുടെ വരവോടുകൂടി എന്തായി? അവരുടെ അധ്വാന ഭാരത്തോടുകൂടി, അവരുടെ പ്രവൃത്തിയോടുകൂടി ആ ഭൂമി, ആ കൃഷി തരിച്ചു നിലം എന്തായി? ആ മനോഹരമായ ഒരു കൃഷിഭൂമിയായി മാറുമെന്നാണ് കവിതയിലൂടെ അർത്ഥമാക്കുന്നത്. അറിയുക, ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടംഗം വെട്ടുന്നോർ. കർഷകർ പറയുകയാണ് നമ്മോട്. കർഷകർ എന്താ പറയണേ? അറിയുക, ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടംഗം വെട്ടുന്നോർ. വറുതി വെച്ച് എന്താണ് മക്കളെ? ദുഃഖം അല്ലേ. നമ്മൾ ദുഃഖത്തോടെ, വറുതി വെച്ചാൽ ദുഃഖം അല്ലെങ്കിൽ എന്താണ്? പട്ടിണി, ദാരിദ്ര്യം, അവനൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം അറിയുക, ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോട് അംഗം വെട്ടു. നമ്മൾ ദാരിദ്ര്യത്തോട് യുദ്ധം ചെയ്യുന്നവരാണ്. ദാരിദ്ര്യത്തോട്, പട്ടിണിയോട്, സങ്കടങ്ങളോട്, കഷ്ടപ്പാടുകളോട്, ദുഃഖങ്ങളോട് യുദ്ധം ചെയ്യുന്നവരാണ് അല്ലേ. കോടിക്കണക്കിന് ആസ്തിയുള്ള കർഷകരുണ്ടോ? കർഷകർ മറ്റേ ഈ നെൽകൃഷിക്കാർ, കപ്പ കൃഷിക്കാരൊന്നുമല്ല. ഈ നമ്മളിതിലടാം നമ്മളെ കുരുമുളക്, ഏലം, തേയില, ഈ അങ്ങനത്തെ കൃഷിക്കാർ, റബ്ബർ, അതൊക്കെ വലിയ വലിയ ബിസിനസ് പ്ലാന്റേഴ്സ് ആണ് കേട്ടോ. പറയുന്നത് സാധാരണ കൃഷിക്കാർ, നെൽപ്പണിക്കാർ, ഈ നെല്ല് കൃഷി ചെയ്യുന്നവർ, ഈ വാഴ കൃഷി ചെയ്യുന്നവർ, കപ്പ കൃഷി ചെയ്യുന്നവരൊക്കെ എപ്പോഴും എന്താണ്? ദാരിദ്ര്യമായിരിക്കും. വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അവർ ആ ജോലി ചെയ്തുകൊണ്ട് പോകുന്നു. അതാണ് അവരുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കർഷകർ പറയുകയാണ് അവസാനം, അറിയുക,
ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടംഗം വെട്ടുന്നോർ. വറുതി ദുഃഖം, പട്ടിണി. നമ്മൾ പട്ടിണിയോട് യുദ്ധം ചെയ്യുന്നവരാണ്. മൃതിയായ ആളും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പോർ. മരിച്ചു പോകണം, മരിച്ചു പോട്ടെ, പട്ടിണിയിലായിക്കോട്ടെ, പക്ഷെ നമ്മൾ ജീവിക്കും അല്ലേ. എന്ത് സംഭവിച്ചാലും പട്ടിണിയിലായാലും മരിച്ചു പോയാലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് ആര്? കർഷകർ. കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റ കൈ തകരുമ്പോൾ. അതായത് എന്താ മക്കളെ കവി പറയണേ? നമുക്ക് ആദ്യം പറഞ്ഞു, മൃതിയായാലും വറുതിയായാലും പട്ടിണിയായാലും ദുഃഖമായാലും ഒന്നും പ്രശ്നമില്ല. എന്താണ് കവി പറയുന്നത്? നമുക്ക് കവിതയിൽ കവി പറയുന്നത് കർഷകർക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാൻ പറ്റും. മരിച്ചു പോയാലും വറുതി ദുഃഖമായാലും പട്ടിണിയായാലും കുഴപ്പമില്ല, ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമെന്ന് കവി പറയുന്നു. അതെന്തിനുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കർഷകരുടെ മഹത്വത്തെയാണ് ഇവിടെ പ്രകീർത്തിക്കുന്നത്. കൂടാതെ അർത്ഥവരി എന്താണ്? കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റ കൈ തകരുമ്പോൾ. കരിങ്കൽ കുന്നുകൾ അല്ലെ, വലിയ കരിങ്കൽ പാറകൾ പോലും ഞങ്ങളുടെ അടിയേറ്റ് തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രകൾ അല്ലേ. വലിയ പാറക്കെട്ടുകൾ പോലും കർഷകരെ കൊണ്ട് പൊട്ടിക്കാൻ സാധിക്കും. ഇതിലൂടെ എന്താ അർത്ഥമാക്കുന്നത്? കർഷകരുടെ മഹത്വത്തെയല്ലേ. കർഷകർക്ക് മുമ്പിൽ തടസ്സങ്ങളായിട്ടൊന്നും തന്നെയില്ല. വലിയ പാറക്കെട്ടുകളായിക്കോട്ടെ, വലിയ മലകളായിക്കോട്ടെ, എന്താണ് പുഴകളായിക്കോട്ടെ, ജലാശയങ്ങളായിക്കോട്ടെ, മുള്ളുകളായിക്കോട്ടെ, എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് തരിശു നിലങ്ങളെ ഉപയോഗപ്രദമാക്കി മാറ്റാൻ ആർക്ക് സാധിക്കും? കൃഷിക്കാർക്ക് സാധിക്കും. അത്തരത്തിൽ അവരുടെ മഹത്വത്തെയാണ്, എന്താണ് മക്കളെ? മഹത്വം, കർഷകരുടെ മഹത്വത്തെയാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. കൊടിയ കരിങ്കൽ കുന്നുകൾ പോലും പൊട്ടിച്ചെറിഞ്ഞ് അതൊക്കെ മഹത്വമുള്ള, അതൊക്കെ വലിയ കൃഷിഭൂമിയാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള കർഷകരുടെ ശുഭാപ്തി വിശ്വാസത്തെ, അധ്വാനത്തിൻ്റെ മഹത്വത്തെയാണ് ഇവിടെ അർത്ഥമാക്കി മാറ്റുന്നത്. എന്നിട്ട് ആ ഒരു പുതുമണ്ണിൽ ഉഴുതുമറിക്കാൻ കർഷകർക്ക് സാധിക്കുന്നു. അത്തരത്തിൽ തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകൾ എന്ന് പറയുന്ന സമാഹാരത്തിലെ തരിശു നിലങ്ങളിലേക്ക് എന്ന് പറയുന്ന കവിതയിൽ പറഞ്ഞ ഇത്രമാത്രമാണ് എന്താണ് ജീവിതത്തിൽ കർഷകരെന്ന് പറയുന്ന ആൾക്കാർ അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നവരാണ്. നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ ഏതോ ഒരു കർഷകൻ്റെ അധ്വാനത്തിൻ്റെ ആ വിയർപ്പിൻ്റെ ഫലമല്ലേ. ഇപ്പം ഉപയോഗശൂന്യമായ തരിശു ഭൂമിയിലേക്ക് വരികയും ആ ഉപയോഗശൂന്യമായ മണ്ണ് ഉപയോഗപ്രദമാക്കി മാറ്റാൻ കർഷകർക്ക് സാധിക്കുന്നു. പട്ടിണിയും സങ്കടങ്ങളും ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കൃഷിഭൂമിയെ മനോഹരമാക്കി മാറ്റാനുള്ള കർഷകരുടെ പ്രയത്നത്തെയും പരിശ്രമത്തെയാണ് ഈ കവിത നമ്മോട് പറയുന്നത്. ഇത് നമുക്ക് ഈ കഥയുടെ ആശയം ചുരുക്കത്തിൽ പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. നമ്മളിപ്പോൾ കവിതയുടെ വരികളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആശയം പെട്ടെന്നൊന്ന് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് കൃത്യമായി കവിത മനസ്സിലാക്കാൻ സാധിക്കും. നോക്കാം. തരിശു നിലങ്ങളിലേക്ക് പ്രതീക്ഷയുടെ കരിമുകിൽ പോലെ വരികയാണ് വേലക്കാർ അല്ലെ. പ്രതീക്ഷയോട് കൂടിയാണ് കൃഷിക്കാർ വരുന്നത്. കരിമുകിൽ തരിശു മണ്ണിന് പ്രതീക്ഷയാണല്ലോ. നമുക്കറിയാം ഈ വരണ്ട് കിടക്കുന്ന മണ്ണിന് ഈ തരിശു മണ്ണിലേക്ക് ഏത് വന്നാൽ, നമ്മുടെ കാർമുകിൽ വന്നാൽ അതൊരു പ്രതീക്ഷയായി മാറുന്നു. അതൊരു പ്രതീക്ഷ തന്നെയാണല്ലേ ഈ കാർമുകിൽ എന്ന് പറയുന്നത്. കാരണം എന്താ, ഈ വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് ഒരു പുതുമഴ വീഴുമ്പോൾ ആ നനവ് ആ മണ്ണിൽ തരുന്ന ആ ഒരു പുതുമണത്തിൻ്റെ ഗന്ധം അതൊരു പ്രതീക്ഷയാണ്. ഇപ്പോൾ ഈ വരണ്ട് കിടക്കുന്ന മണ്ണിലേക്ക് കാർമുകിൽ പോലെ അതിനെ നനയിപ്പിക്കാൻ വേണ്ടി പ്രതീക്ഷയോട് കടന്നു വരുന്നവരായി കർഷകരെ കാർമുകിലിനോട് കവി ഉപമിക്കുന്നു, പ്രതീകരിക്കുന്നു. നെഞ്ചിൻ്റെ വരൾച്ച മാറ്റി ഉർവരതയുടെ പാനപാത്രം നിറയ്ക്കുന്നതിനായുള്ളവരാണല്ലോ കരിമുകിലുകൾ. അതായത് പ്രതീക്ഷയാണ് കരിമുകിലുകൾ എന്ന് പറയുന്നത്. തരിശു നിലങ്ങളിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി മാറുകയാണ് വേലക്കാർ. അതായത് വേലക്കാർ തരിശു നിലങ്ങളിൽ പ്രതീക്ഷയായി ഇവിടെ കടന്നു വരുന്നു. വേലക്കാരുടെ കണ്ണിൽ കാണുന്ന മിന്നലിൻ്റെ പ്രകാശവും കരുത്തുമാണെങ്കിലും അവരുടെ ഉള്ളാകട്ടെ തെളിനീർ പോലെ പരിശുദ്ധമാണ്. അപ്പോൾ ഇവിടെ മിന്നൽ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? മിന്നൽ എന്ന് പറയുന്നത് കരുത്ത് അല്ലേ. മിന്നൽ ഇവിടെ കരുത്തായി മാറുന്നു. എന്നാലേ ഇതോ തെളിനീരോ? മിന്നൽ ഇവിടെ കരുത്തും തെളിനീര് എന്തായി മാറുന്നു? പ്രതീക്ഷയുമായി മാറുന്നു. മിന്നൽ കരുത്തും തെളിനീര് പ്രതീക്ഷയുമായി മാറുന്നു. മക്കൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. കാരണം എക്സാമിൽ ചിലപ്പോൾ ചോദ്യം വരും. മിന്നൽ പിണരുകൾ, കർഷകരുടെ കണ്ണിലുള്ള മിന്നൽ പിണരുകൾ എന്ന് പറഞ്ഞാൽ കർഷകരുടെ കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. തെളിനീര് പറഞ്ഞാൽ അവരുടെ പ്രതീക്ഷയും ഇവിടെ സൂചിപ്പിക്കുന്നു. വേലക്കാരുടെ കൈകളിലാകട്ടെ ഏഴഴകായി വളരുന്ന വിത്തുകളും പണിയുപകരണങ്ങളായ വാളുകളുമുണ്ട്. കർഷകർ വെറും കൈയോടുകൂടിയാണ് വരുന്നതല്ല, അവരുടെ കയ്യിൽ വിത്തുകളും പിന്നെന്താണ് ഉപകരണങ്ങളുണ്ടല്ലേ, ആയുധങ്ങളുമുണ്ട്.
ഇതെല്ലാമായി തരിമണ്ണിൽ പൊന്നു വിളയിക്കാൻ ശക്തമായ കാലടികൾ വെച്ച് മുന്നോട്ട് വരികയാണ് കർഷകരെന്ന് കവി പറയുന്നു. ആ മണ്ണിലെ, ആ പുതുമണ്ണിലെ എന്ത് പൊന്നു വിളയിക്കാൻ, കൃഷിഭൂമിയാക്കാൻ വേണ്ടി വരികയാണ് കരുത്തിൻ്റെ പ്രതീകങ്ങളായ കർഷകരെന്ന് പറയുന്നു. പിന്നെ മക്കൾ എന്താ പറയുക, ജീവിത പ്രാരാബ്ധത്തിൽ സ്ഥിരം നീറുകയാണെങ്കിൽ പോലും അവരുടെ കരുത്തിലും മനോബലത്തിലും ഭൂമിയിൽ പ്രതീക്ഷകൾ നിറയുന്നുണ്ട്. കർഷകരുടെ കരുത്ത്, അവരുടെ മനോബലം തന്നെയാണ് ഈ കൃഷിഭൂമി എന്താക്കി മാറ്റുന്നത്, ആ പ്രതീക്ഷയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത്. ഇപ്പോൾ കർഷകർ എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ കേന്ദ്രമായി ഇവിടെ കടന്നു വരുന്നു. അവരുടെ കാൽപെരുമാറ്റത്തിൽ പ്രതിബന്ധങ്ങളെല്ലാം നിസ്സാരമായി മാറിപ്പോവുകയാണെന്ന് കവി പറയുന്നു. കർഷകരുടെ മുമ്പിൽ എല്ലാ പ്രതിബന്ധങ്ങളും അവരുടെ കാൽപെരുമാറ്റത്തിൽ ഇല്ലാതാകുന്നു. കാരണം എന്താ, മുള്ളുകളോ വലിയ കൂറ്റൻ മലകളോ പാറക്കെട്ടുകളോ എല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് തൻ്റെ മുമ്പിൽ തടസ്സങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് കൃഷിഭൂമിയെ അനുയോജ്യമാക്കി മാറ്റാൻ ആർക്കു സാധിക്കും? കർഷകർക്ക് സാധിക്കുമെന്ന് പറയുന്നു. ഋതുഭേദങ്ങൾ മാറി മാറി വന്നെങ്കിലും ഒട്ടും ഉടയാതെ സൗന്ദര്യത്തിൻ്റെ മൂർത്തഭാവമായി അവശേഷിക്കുന്ന താഴ്വരകളും മുതലാളിത്തത്തിൻ്റെ കടന്നുവരവിൽ വന്ധ്യകളായ വയലേലകളും അവരുടെ പദവിന്യാസത്തിൻ്റെ ആരവം കേട്ട് അറിയാതെ മനസ്സ് നിറയ്ക്കുന്നുണ്ട് അല്ലേ? എന്താ പറയണേ, കർഷകരുടെ ആരവം, അവരുടെ നാടൻപാട്ടോ അവരുടെ ശബ്ദങ്ങൾ എന്താകട്ടെ, അതൊക്കെ തന്നെ അവരുടെ പ്രവൃത്തികൾ, അവരുടെ അധ്വാനങ്ങൾ എല്ലാം തന്നെ ഈ തരിച്ചു നിലങ്ങളിലെ എന്താക്കി മാറ്റുന്നു, ഒരു ഉപയോഗപ്രദമായ ഭൂമിയാക്കി മാറ്റുന്നു. ഇപ്പം കർഷകരുടെ വരവ് ആ വയലേലകളെ സന്തോഷിപ്പിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. തീർന്നില്ല, പ്രതീക്ഷയുടെ വെള്ളിമേഘങ്ങളാകുകയാണ് കർഷകർ. കർഷകർ പ്രതീക്ഷകളാണ്. ആ ഉപയോഗശൂന്യമായ ആ ഒരു പ്രദേശത്തെ, ആ തരിച്ചു നിലത്തെ ഉപയോഗപ്രദമാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷ. കർഷകരുടെ ബലിഷ്ഠമായ കൈകളിൽ അണയാൻ മണ്ണ് കൊതിക്കുകയാണ്. ഇപ്പം കർഷകർക്ക് വേണ്ടി മണ്ണ് കൊതിക്കുകയാണല്ലേ, അവരുടെ കൈകളിൽ ഒന്ന് അമരാൻ, ആ മണ്ണൊന്ന് സജീവമായി മാറാൻ വേണ്ടി, ആ മണ്ണിൽ ഒരുപാട് സസ്യങ്ങൾ ഇങ്ങനെ വളർന്നു വരുവാൻ വേണ്ടി മണ്ണ് കൊതിക്കുകയാണ് കർഷകരുടെ കയ്യിൽ ചെന്ന് വീഴാൻ വേണ്ടി. വരൾച്ചയുടെ ഉറക്കത്തിൽ നിന്നും തടിലിടലിൻ്റെ കാലത്തിലേക്ക് പ്രവേശിക്കാൻ വേലക്കാരുടെ കാലടി ശബ്ദം കേട്ടപ്പോൾ മൂരി നിവർത്തി ഉണരുകയാണ് മണ്ണ് അല്ലേ? കർഷകർ വരുമ്പോൾ മണ്ണിങ്ങനെ നിവർന്നു നിൽക്കുകയാണ്. വരൂ, എന്നെ ഉഴുതുമറിക്കൂ, എന്നെ കൃഷി ചെയ്യൂ, ഈ തരിശു നിലങ്ങളെ കൃഷിഭൂമിയാക്കി മാറ്റൂ എന്നൊക്കെ മണ്ണ് കർഷകരോട് പറയുകയാണ്. അവരുടെ ഓരോ ചുവടുകളിലും കൂർത്ത പരുക്കൻ വാക്കുകളിലും ആകാശം പോലും വിറച്ചു പോവുകയാണ്. ആകാശം പോലും വിറക്കുന്ന തരത്തിലാണ് കർഷകരുടെ പെരുമാറ്റവും അധ്വാനവും. അത്രമാത്രം ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന അധ്വാനത്തിൻ്റെ പ്രതീകങ്ങളായി കർഷകർ മാറുന്നു. ജീവിതത്തിൻ്റെ വറുതിയോട്, അത് പട്ടിണിയോട്, ദുഃഖങ്ങളോട്, ദാരിദ്ര്യത്തോട് അംഗം വെട്ടുന്നവരാണ്, യുദ്ധം ചെയ്യുന്നവരാണ്. അംഗം വെട്ടുന്നവരാണ് വേലക്കാർ, കർഷകരെ. അവർ കരുത്തോടെ വയ്ക്കുന്ന ഓരോ ചുവടും ജീവിതത്തിൻ്റെ പ്രതീക്ഷകളാകുകയാണ്. നാൾതോറും പട്ടിണിയിലാണെങ്കിലും അതിനോട് അംഗം വെട്ടി ജയിക്കുന്നതാണ് തൊഴിലാളികളുടെ മനക്കരുത്ത്. പട്ടിണിയെയും ദാരിദ്ര്യത്തെയും കീഴ്പ്പെടുത്തി കരിങ്കൽ പാറകൾ പോലും തുരക്കുന്നവരാണ് വേലക്കാർ. അവരുടെ കരുത്തിന് മുന്നിൽ പുതുമണ്ണിൻ്റെ ആർദ്രത എത്രമാത്രം ലോലമാണെന്ന് കർഷകരിലൂടെ കവി പറയുകയാണ്. അതുകൊണ്ട് കർഷകരുടെ കരുത്തിന് മുന്നിൽ തകർന്നടിയുകയാണ് ആരെ? നമ്മുടെ പുതുമണ്ണ് പോലും. അത്രമാത്രം കർഷകർ മണ്ണിനെ സ്നേഹിക്കുന്നു, മണ്ണിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പോൾ കർഷകരുടെ അധ്വാനത്തിൻ്റെ ആ ഒരു മഹത്വത്തെയാണ് തിരുനെല്ലൂർ കരുണാകരൻ്റെ തരിശുനങ്ങളിലേക്കെന്ന് പറയുന്ന കവിത അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് പ്രധാനമായി ഒന്ന് പഠിച്ചു പോകാം. ആദ്യ ചോദ്യം എന്താണ്? തരിശു നിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെയും കരിമുകലുകളെയും കവി അവതരിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്യുക. ഇപ്പോൾ കവി ഈ കർഷകരെയും തൊഴിലാളികളെയും കരിമുകിലിനെയും എങ്ങനെയാണ് കവിതയിൽ അവതരിപ്പിക്കുന്നത് നോക്കാം നമുക്ക്. തരിച്ചു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ, എരിയും വേനൽ അറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. അതായത് തരിശു നിലങ്ങളിലേക്ക് വരികയാണ് ആര്? നമ്മുടെ കർഷകർ. ഇതുപോലെ കരിമുകിൽ പോലെ ആ വരണ്ട മണ്ണിനെ നനയിപ്പിക്കാൻ വേണ്ടി പ്രതീക്ഷയുടെ പ്രതീകമായി ആര് കടന്നു വരുന്നു? കർഷകർ. ഇതുപോലെ കരിമുകിൽ പോലെ. എരിയും വേനലിൽ അറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. എരിയും വേനലിൽ ഇല്ലാതാക്കാൻ വേണ്ടി, ഒരു കാർമുകിൽ നനയിക്കാൻ വേണ്ടി വരികയാണ് ആര്? നമ്മുടെ കരിമുകിൽ പോലെ കർഷകരെന്ന് പറയുന്നു. നാളുകളായി മഴ കിട്ടാതെ ദാഹിച്ചു വിയർക്കുന്ന തരിച്ചു ദിനങ്ങളിലേക്ക് പ്രതീക്ഷയുടെ കുടിനീരുമായി കടന്നു വരുന്ന കരിമുകിലിനോടാണ് വേലക്കാരെ കവി ഉപമിച്ചിരിക്കുന്നത്. അല്ലെ, കരിമുകിലിനോടാണ് വേലക്കാരെ, കർഷകരെ കവി ഉപമിച്ചിരിക്കുന്നത്. വേനലിലും മഴയിലും ജീവിതം മുഴുവൻ അധ്വാനത്തിൻ്റെ ഭാരവുമായി ഉറച്ച ചുവടുകളോടെ മുന്നേറുന്ന ഇവരുടെ ശരീരവും കരിമുകിൽ പോലെ കരുത്തുള്ളതും കറുത്ത നിറത്തോട് കൂടിയതുമാണെന്ന് കവി പറയുന്നു. അല്ലെ, കരിമുകിൽ പോലെ കറുപ്പ് നിറമാണ് ആർക്ക്? നമ്മുടെ കർഷകരുടെ ശരീരത്തിനും. അധ്വാനത്തിൻ്റെ പ്രതീകമായി കർഷകർ കടന്നു വരുന്നു എന്നാണ് സാരം. അത്രയേ ഉള്ളൂ. കാരണം എന്താണ്? അധ്വാന വർഗത്തിൻ്റെ നിറമാണ് കറുപ്പ്.
ആ കറുപ്പ് നിറം എന്ന് പറയുന്നത് ഇവിടെ എന്തായി മാറുന്നു? കർഷകരുടെ കാർമുകിലിന്റെ നിറമായി മാറുന്നു. ഇവിടെ പ്രതീക്ഷയുടെ നിറമായി കാർമുകിൽ, കർഷകർ കറുപ്പ് മാറുന്നു എന്ന് സാരം. കരിമുകിലിൻ്റെയും ഭൂമിയുടെ കാവൽക്കാരായ വേലക്കാരുടെയും കണ്ണിൽ കരുത്തിൻ്റെ മിന്നൽ പിണരുകളാണ് അല്ലേ? മിന്നൽ പിണരുകളും കരുത്തിൻ്റെ മിന്നൽ പിണരുകളും പ്രതീക്ഷയുടെ തെളിനീരുകളുമാണ് കർഷകരുടെ ഉള്ളിൽ. എന്നാൽ ഇവരുടെ മനസ്സിൽ നിറയുന്നത് തെളിനീരിൻ്റെ കുളിരുകളാണ് എന്ന് കവി പറയുന്നു എന്ന് സാരം. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ അണിയായി അണിയായി വേലക്കാരവർ അടിവച്ചണയുമ്പോൾ തൊഴിലാളികളുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ വരികളിൽ തെളിയുന്നത്? ഇതുപോലുള്ള മറ്റു വരികൾ കണ്ടെത്തി ചർച്ച ചെയ്യുക. ചർച്ച ചെയ്യാനാണ് ചോദ്യം. എന്താണ് മക്കളെ ഇതിൽ പറയുന്നത്? മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ. ഈ ഭൂമിയൊക്കെ ഉഴുതുമറിക്കാനുള്ള വീര്യം, ആ ശക്തിയോടുകൂടി വരികയാണ് ആര്? കർഷകര്. അണിയായി അണിയായി അടിവെച്ച് വരിയോടെ വരികയാണ്. വേലക്കാർ അടിവെച്ചണയുമ്പോൾ അവർ ഡിസിപ്ലിൻഡായിട്ട് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവർ കർഷകർ വരികയാണ്. ആ ഭൂമിയൊക്കെ ഉഴുതുമറിച്ച് മനോഹരമാക്കി മാറ്റി തീർക്കാനെന്ന ആ ലക്ഷ്യബോധത്തോടു കൂടി തൊഴിലാളികളുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ വരികൾ തെളിയുന്നത്? ഇതുപോലുള്ള മറ്റു വരികൾ കണ്ടെത്തി ചർച്ച ചെയ്യാനാണ് ചോദ്യം. നോക്കാം നമുക്ക്. കരിങ്കൽ പാറകൾ പോലും തങ്ങളുടെ ബലിഷ്ഠമായ കൈകളാൽ നിഷ്പ്രയാസം തുടച്ചു നീക്കുന്നവരാണ് തൊഴിലാളികൾ അല്ലേ? എല്ലാ പ്രതിബന്ധങ്ങളും അടിച്ചു നീക്കാൻ ആർക്ക് സാധിക്കും? കർഷകർക്ക് സാധിക്കും. അധ്വാനിച്ച് കൈയും മനസ്സും ഇരുമ്പ് പോൽ ബലിഷ്ഠമാക്കിയവരാണ് തൊഴിലാളികൾ. അവരുടെ പരുക്കനായ കൈക്കും മനസ്സിനും ഭൂമിയുടെ ഉർവരമായ പച്ചമണ്ണ് ഉഴുതുമറിക്കുക എന്നത് വളരെ നൈമിഷികമായ കാര്യമായാണ് കവി അവതരിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ജീവിതം പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ആണെങ്കിലും അതിനെയെല്ലാം മറികടക്കുന്ന ഊർജ്ജമാണ് ഓരോ വേലക്കാർക്കുമുള്ളത്. ജീവിതത്തിൽ എന്ത് പട്ടിണി ഉണ്ടായാലും എന്ത് ദാരിദ്ര്യം ഉണ്ടായാലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അധ്വാനത്തിലേക്ക് തങ്ങളെ സ്വയം സമർപ്പിക്കാൻ കർഷകർക്ക് സാധിക്കുമെന്ന് കൂടി കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ നടപ്പിലും ഭാവത്തിലും എല്ലാം ഈ ഊർജ്ജസ്വലത പ്രകടമായി കാണാൻ സാധിക്കും എന്നാണ് കവി ഈ വരികളിലൂടെ അവതരിപ്പിക്കുന്ന ആശയം. കർഷകരുടെ വരവിൽ, കർഷകരുടെ പ്രവൃത്തിയിലെല്ലാം തന്നെ അവരുടെ മഹത്വം കാണാൻ സാധിക്കുമെന്നുകൂടി കവി വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം എന്താണ് മക്കളെ പറയുന്നത്? കർഷകരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് അത്രമാത്രം ജീവിതത്തോട് ചേർന്ന് നിൽക്കുകയാണ്. മണ്ണിനോടും മണ്ണിൻ്റെ ഫലപുഷ്ടമായ സമൃദ്ധമായ അതിൻ്റെ ഉറവിടങ്ങളിലോടും കൂടി അല്ലേ? അത്രമാത്രം കൃഷിയെ നെഞ്ചോട് ചേർക്കുന്ന കർഷകരുടെ മഹത്വത്തെ ഈ കവി നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം എന്താണ്? അധ്വാന വർഗത്തിൻ്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശു നിലങ്ങളിലേക്ക്. കവിതയിൽ നിന്ന് സൂചനകൾ കണ്ടെത്തി ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക അല്ലേ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാണ് ചോദ്യം. എന്താണ് ചോദ്യം? അധ്വാന വർഗത്തിൻ്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശു ദിനങ്ങളിലേക്ക്. അപ്പോൾ അധ്വാന വർഗത്തിൻ്റെ ജീവിതാവസ്ഥകളെയാണ് ഈ കവിതയിൽ എന്താണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ഇത് കവിതയിൽ നിന്ന് സൂചനകൾ കണ്ടെത്തി ഈ പ്രസ്താവന അധ്വാന വർഗത്തോടുള്ള മനോഭാവമാണ് കവിത എന്ന് പറയുന്നില്ലേ? ഇതിനുള്ള പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. നോക്കാം നമുക്കറിയാം അധ്വാന വർഗത്തിൻ്റെ ആ ഒരു മഹത്വം തന്നെയാണ് ഈ കവിതയിൽ ചർച്ച ചെയ്യുന്നത് അല്ലേ? അത് തന്നെയാണ് അധ്വാന വർഗത്തിൻ്റെ നോവും കരളുറപ്പും ആത്മവിശ്വാസവും പങ്കുവയ്ക്കുന്ന കവിതയാണ് ശ്രീ തിരുനെല്ലൂർ കരുണാകരൻ്റെ തരിശു ദിനങ്ങളിലേക്ക് എന്ന കവിത. അധ്വാനിക്കുന്നതിന് തൊഴിലാളി വർഗത്തിൻ്റെ ഒരു പ്രതീകമായി കവിത മാറുന്നു. അധ്വാനിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ നോവും തേങ്ങലും ഗദ്ഗതങ്ങളായി, അതായത് അവരുടെ ആ സങ്കടങ്ങളായി, അവരുടെ മനസ്സിൻ്റെ മനോതലങ്ങളായി നീളിക്കുന്നുവെങ്കിലും അധ്വാനത്തോട് അവർ പുലർത്തുന്ന നീതിയും നൈതികതയുമാണ് ഈ പാഠഭാഗം ഉടനീളം കാണുന്നത് അല്ലെ? തൊഴിലിനോടുള്ള അവരുടെ ആത്മാർത്ഥത, കമ്മിറ്റ്മെൻറ്റ്, പ്രൊഫഷണലിസം കാണുന്നു. തങ്ങൾ കർഷകരാണെങ്കിൽ ആ ഭൂമിയോട് 100% പ്രൊഫഷണൽ ആകാൻ കർഷകർക്ക് സാധിക്കുന്നു. അവരുടെ ആ ഒരു സത്യസന്ധത, ആത്മാർത്ഥത കവിതയിൽ കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. അധ്വാനിക്കുന്നവർ പട്ടിണിയോട് മല്ലിടുന്നവരാണ്. അവർക്ക് എപ്പോഴും പട്ടിണിയാണ് കർഷകർക്ക്. എന്നാലും കാരിരുമ്പിൻ്റെ കരുത്താണ് അവരുടെ ഉരുക്കു കൈകൾക്കും ജീവിത പ്രാരാബ്ധത്തോട് മല്ലിടുന്ന മനസ്സിനും എന്ന് കവി പറയുന്നു. അത്രമാത്രം ശക്തിയുള്ളവരാണ്. എന്തു പ്രതിബന്ധങ്ങൾ, എന്തു തടസ്സങ്ങൾ, പട്ടിണി വന്നാലും തകർന്നു പോകാതെ അതിനെയൊക്കെ തടവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മനോബലവും ശക്തിയും ആർക്കുണ്ട്? കർഷകർക്കുണ്ട് എന്ന് കവി പറയുന്നു. അവരുടെ വരവ് തന്നെ കരിമുകിലിനെ പോലെയാണെന്ന് കവി പറയുന്നു.
തരിശു നിലത്തിന് കാർമുകിൽ പ്രതീക്ഷയാണല്ലോ, അതുപോലെ തന്നെയാണ് ഉഷരഭൂമിക്കും കാർമുകിലിൻ്റെ വരവ് പ്രതീക്ഷയുടെ പുതുനാമ്പുകളാണ് അല്ലെ. വരണ്ടുണങ്ങി നിൽക്കുന്ന ഭൂമിക്ക് കാർമുകിൽ എന്ന് പറഞ്ഞ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെയാണ് കർഷകരും ഈ പ്രതീക്ഷ നിറഞ്ഞ കാർമുകിൽ പോലെയാണ് കർഷകരെന്ന് കവി പറയുന്നു. ഭൂമിയെ സമൃദ്ധമാക്കി മാറ്റാൻ കഴിവുള്ളവരാണ് കർഷകർ. വേലക്കാരും കാർമുകിലും അവരുടെ ജീവിതം എത്ര തന്നെ ദുസ്സഹമാണെങ്കിലും അവരുടെ ഓരോ ചുവടുകളുടെയും ഉറപ്പ് മുന്നിൽ വരുന്ന പ്രതിബന്ധങ്ങളെല്ലാം തോൽപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ജീവിതത്തിന് മുന്നിലെ പ്രതിബന്ധങ്ങളിൽ പകച്ചു നിൽക്കുന്നവർക്ക് ഒരു ഊർജ്ജമാണ് ഈ കവിത അല്ലേ. എത്ര ജീവിതം നമ്മൾ കഷ്ടപ്പെടുത്തിയാലും, ജീവിതത്തിന് മുമ്പിൽ നമ്മൾ നിശബ്ദമായി നിന്നാലും ഒരു പ്രതീക്ഷയാണ് ഈ കവിത. എത്ര തന്നെ നമ്മൾ സങ്കടപ്പെട്ടാലും പട്ടിണിയായാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ ഈ കവിത നമുക്ക് തരുന്നുണ്ട്. അതാണ് ഈ കവിത നമ്മോട് പറയുന്നതും. തരിച്ചു നിലങ്ങൾ എന്ന തലക്കെട്ട് കവിതയ്ക്ക് എത്രമാത്രം അനുയോജ്യമാണ്? ചോദ്യം ഇതാണ്. ഈ തരിച്ചു നിലങ്ങൾ എന്ന തലക്കെട്ടില്ലേ, ആ തലക്കെട്ട് കവിതയ്ക്ക് എത്രമാത്രം അനുയോജ്യമാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഭൂമിയുടെ ജീവനറ്റ ഇടമാണ് തരിച്ചു നിലങ്ങൾ. അതായത് ഒരു ഉപയോഗവുമില്ലാത്ത നിലങ്ങളെയാണ് തരിച്ചു നിലങ്ങൾ എന്ന് പറയുന്നത്. തരിച്ചു നിലങ്ങൾ ഉർവരതയുടെ തീരമാക്കാൻ പണിപ്പെടുന്നവരാണ് വേലക്കാർ. ജീവിതത്തിൻ്റെ തരിച്ചു നിലം പച്ചപ്പ് പുതപ്പിക്കുന്നതിനാണ് വേലക്കാർ അഹോരാത്രം പണിപ്പെടുന്നത്. അതായത് ഈ തരിച്ചു നിലം ഉപയോഗപ്രദമല്ലാത്ത ആ നിലത്തെ എന്താക്കി മാറ്റുന്നു? പച്ചപ്പ് നിറഞ്ഞ നിലമാക്കി മാറ്റാൻ ആർക്ക് സാധിക്കുന്നു? കർഷകർക്ക് സാധിക്കുന്നു. അവ ഇല്ലാതാക്കാൻ വേലക്കാർ പണിപ്പെടുമ്പോൾ ഭൂമിയുടെ തന്നെ പച്ചപ്പാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തരിച്ചു നിലങ്ങളും തലക്കെട്ട് കവി തിരഞ്ഞെടുത്തത് വളരെ അനുയോജ്യമാണ്. ഈ തരിച്ചു നിലങ്ങളെ പച്ചപ്പാക്കി മാറ്റാൻ വേണ്ടി ആർക്ക് മാത്രമേ സാധിക്കൂ? കർഷകർക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ആ തരിച്ചു നിലങ്ങളെ പച്ചപ്പാക്കി മാറ്റാൻ വരുന്ന കർഷകരുടെ വരവിനെ കുറിച്ചാണ് തരിച്ചു നിലങ്ങൾ എന്ന തലക്കെട്ട് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ കവിത അത്രമാത്രം ചേരുന്ന തലക്കെട്ടാണ് ഏത്? തരിച്ചു നിലങ്ങൾ എന്നത്. അതുകൊണ്ട് തന്നെയാണ് കരിമുകിലിനോട് വേലക്കാർ ഉപമിച്ചിരിക്കുന്നത്. കരിമുകിൽ ഊഷ്മരതയുടെ ഭൂമിയുടെ കുടിനീരാണല്ലോ. ചടുലമായ താളത്തിൽ വേലക്കാർ കടന്നു വരുമ്പോൾ തരിശു ഭൂമി മൂരി നിവർത്തുകയാണ്. പച്ചപ്പിനായി കൊതിക്കുന്ന ഭൂമിയുടെ മാറിടത്തിലേക്ക് പ്രതീക്ഷയുടെ കിരണമാവുകയാണ് വേലക്കാർ. അതുകൊണ്ട് ഒരിറ്റു വെള്ളത്തിനായി കൊതിക്കുന്ന തരിശു ഭൂമിയിലേക്ക് കാർമുകിൽ പോലെ പ്രതീക്ഷയോടെ കടന്നു വരുന്ന കർഷകരുടെ ഒരു പ്രതീക്ഷയാണ്, കടന്നു വരുവാണ്. കർഷകരുടെ മഹത്വത്തെയാണ്, പ്രാധാന്യത്തെയാണ് തരിശു നിലങ്ങൾ എന്ന കവിതയിലൂടെ തിരുനെല്ലൂർ കരുണാകരൻ നിങ്ങളോട് പറയുന്നത്. മക്കളെ, അപ്പോൾ കവിത എല്ലാവർക്കും മനസ്സിലായോ? കവിത എല്ലാവർക്കും മനസ്സിലായി കാണാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കവിത കൃത്യമായി പഠിക്കുക. ഇനിയും എക്സാമിനറിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത മക്കളെ, നിങ്ങൾ എക്സാമിനർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് മലയാളം മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 9ാം ക്ലാസ് അല്ല, 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആണ്. അത് കഴിഞ്ഞ് +2 ഫുൾ A+ ആണ്. അതുകൊണ്ട് എക്സാമിനർ ബാച്ചിൽ ജോയിൻ ചെയ്യൂ. കൃത്യമായി പഠിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.